ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാരണം പ്രീ മാർക്കറ്റ് ഇതിൻ്റെ കൂടെ പറയാൻ പറ്റത്തില്ല. കാരണം നാളെ മാർക്കറ്റ് അവധിയാണ്. അപ്പം പിന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം നാളെ ഒരു ദിവസം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അത് മാത്രമല്ല ഇന്നത്തെയും നാളത്തെയും US മാർക്കറ്റിൻ്റെ ഗതിയോടൊക്കെ അറിഞ്ഞിട്ട് മാത്രമേ നമുക്കൊരു പ്രീ മാർക്കറ്റിനെ പറ്റി സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പോസ്റ്റ് മാർക്കറ്റ് ഞാൻ ആദ്യം ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ന് പറയേണ്ട അനിവാര്യതയുണ്ട്. കാരണം 1-2 പ്രൈസ് ആക്ഷൻസ് പറയണം. പ്ലസ് ഇന്ന് നമ്മൾക്ക് എല്ലാവർക്കും നല്ല വൃത്തിയായിട്ട് ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടിയില്ലേ? എല്ലാവരും ഭയങ്കര ഹാപ്പിയാണെന്ന്. കാരണം കറക്റ്റായിട്ട് പ്രൈസ് ആക്ഷനാണെന്ന് വർക്ക് ചെയ്തത്. ഇന്ന് പ്രൈസ് ആക്ഷൻ മാത്രമാണ് വർക്ക് ചെയ്തത്, വേറെ ഒരു സംഭവം വർക്ക് ചെയ്തില്ല. കൃത്യമായിട്ട് നമ്മുടെ ചാർട്ടുകളൊക്കെ വളരെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തു. ഞാൻ എന്തൊക്കെയാണോ ഇതിപ്പം 3-ാമത്തെ പ്രാവശ്യമാണ് ഫ്യൂച്ചറിൻ്റെ ചാർട്ട് വെച്ചിട്ട് നമ്മൾ ട്രേഡ് എടുത്ത് വിജയിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയത്തില്ല, കണ്ടിട്ടില്ല, നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പോയി എൻ്റെ വീക്ക്ലി അനാലിസിസ് കാണണം. വീക്ക്ലി അനാലിസിസ് ഞാനിപ്പോൾ ഇവിടെ പിൻ ചെയ്തേക്കാം. നിങ്ങളന്ന് കണ്ടിട്ട് ഇതൊന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാക്കാം, കാണാത്തവർ. ഓക്കെ. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ആവർത്തന വിരസതയെന്ന് പറയില്ല. ഞാൻ നമ്മുടെ ആ വൈറലായ വീഡിയോ ഉണ്ടല്ലോ, പിന്നെ നമ്മൾ ഓപ്ഷൻ ട്രേഡറും പാലിക്കേണ്ട മര്യാദകൾ, അതും പിന്നെ എങ്ങനെ ട്രേഡ് വിജയിക്കുക എന്നുള്ള 2 കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഒത്തിരി പേര് 10,000-4,000-5,000 പേരോളം ആൾക്കാരത് കണ്ടു. പക്ഷേ ഞാൻ ഇന്നലെയാണ് അതിൻ്റെ ആ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞപ്പം അതിനകത്തിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടേക്കുന്നത് അത് എനിക്ക് ഭയങ്കര അതിശയം തോന്നി. ആ വീഡിയോ ഫുള്ളായിട്ട് കണ്ടവർ വെറും 7% ആൾക്കാരാണ്. വെറും 7% ആൾക്കാർ മാത്രമേ അത് ഫുള്ളായിട്ട് കണ്ടിട്ടുള്ളൂ. അതിൻ്റെ പകുതിയെങ്കിലും കണ്ടവർ, ആ വീഡിയോയുടെ പകുതിയെങ്കിലും കണ്ടവർ 24%. ഇനിയും ഈ കണ്ടവർ ആണെങ്കിൽ ഈ കണ്ടവരിൽ 75% ആൾക്കാരും ഇത് സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഇത് എന്നെ കാണുന്ന ഇതിപ്പോൾ ആരെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായി എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഞാൻ ഈ ഇടുന്ന വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം, നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തെങ്കിലും ഒരു ചെറിയ ഗുണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെ ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ഞെക്കണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അനുഭവം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കാരണം ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഈ വീഡിയോ കൂടുതൽ സർക്കുലേറ്റ് ആകത്തുള്ളൂ, മറ്റുള്ളവർക്ക് എത്തിക്കത്തുള്ളൂ. കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് വരെ ഇതുപോലത്തെ വീഡിയോ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? നമ്മൾ ഓപ്ഷൻ ട്രേഡേഴ്സ്, ഒരു ഓപ്ഷൻ ബയർ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു വീഡിയോ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ സത്യം പറഞ്ഞാൽ നമ്മുടെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ സംസാരിച്ചത്, എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് സംസാരിച്ചത്. അപ്പം അനുഭവത്തെ വെല്ലാൻ ഒന്നുമില്ല എന്നുള്ളത് നിങ്ങൾക്ക് പഴമക്കാർ പറഞ്ഞിട്ടുണ്ട്. അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ട പാഠം നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു. അപ്പം നിങ്ങളത് വേണ്ട രീതിയിൽ പരിഗണിച്ചില്ലെന്നുണ്ടെങ്കിൽ അത് എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും, ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളിത് എന്നെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക, ഇത് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക, നിങ്ങളുടെ അനുഭവം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ ഇനി അങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമുക്ക് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ആയത്, നമ്മൾ ഇന്നലെ ഒരു BTST എടുത്തിട്ടുണ്ടായിരുന്നില്ലേ? നമ്മൾ ഇന്നലെ പോസ്റ്റ് മാർക്കറ്റിൽ പറഞ്ഞായിരുന്നു നമ്മളൊരു BTST, ഒരു BTST എടുത്തിട്ടുണ്ടെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ BTST എടുത്തപ്പോൾ തന്നെ അത് മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ഏകദേശം 15 പോയിൻറ്റോളം പ്രോഫിറ്റ് ആയിരുന്നു. അപ്പോൾ കുറച്ച് പേര് അത് എക്സിറ്റായി, കുറച്ച് പേര് ഹോൾഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞിരുന്നു, മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഒരു 10-15 പോയിൻറ്റ് കൂടെ അതിനകത്ത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അവർ എക്സിറ്റ് ആകാം, അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് എക്സിറ്റ് ആകാൻ പറഞ്ഞിരുന്നു. നമ്മൾ ഇന്ന് ആ ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ ശേഷം ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ തന്നെ നമുക്കത് ഒരു നല്ല പ്രോഫിറ്റിൽ നമുക്ക് ഇറങ്ങാൻ പറ്റി. ഏകദേശം നമ്മൾ 13,300 CE ഈ ഒക്ടോബറിലെ 13,300 CE നമ്മൾ ഏകദേശം എടുത്തത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 80-85 റേഞ്ചിലാണ് നമ്മൾ എടുത്തെന്ന് തോന്നുന്നു. നമ്മൾ ഇന്നത് 120 രൂപയ്ക്ക് നമ്മളിന്നത് കൊടുത്തു. അങ്ങനെ നമ്മുടെ BTST വളരെ വിജയകരമായിട്ട് നമ്മളത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ശരിയല്ലേ? അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ലൈനിവിടെ വരച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് നമ്മുടെ ലൈനിൽ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ചു പോയി, ഇല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇല്ലേ? കറക്റ്റ് ഞാൻ പറഞ്ഞത് ഒന്നുകിൽ ഇവിടെ ബ്രേക്ക് ചെയ്യാൻ വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ ബ്രേക്ക് ചെയ്യാം. അപ്പോൾ ഒരു ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, പലരും നമ്മുടെ യൂട്യൂബിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ചോദിച്ചു എങ്ങനെ ട്രേഡ് എടുക്കും, എങ്ങനെയാണ് ഈ ലൈൻ വെച്ച് ട്രേഡ് എടുക്കുന്നത്. ഞാനിപ്പോൾ അതുകൂടി ഇതിൻ്റെ കൂട്ടത്തിലൊക്കെ പറയുക. അതായത് നിങ്ങളെപ്പോഴും ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അവിടുന്ന് റെസിസ്റ്റൻസ് എടുത്ത് തിരിച്ചു വരാനോ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ നോക്കിയേ, ഒരു പെട്ടെന്ന് മേലോട്ട് പോയി നേരെ താഴോട്ട് വന്നു, തിരിച്ച്
സപ്പോർട്ട് എടുത്തിട്ട് ഇവിടെ നേരെ തിരിച്ചു പോയി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വരുമ്പോൾ ഈ ക്യാൻഡിൽ ഇവിടെ വരുമ്പോൾ വേണം നിങ്ങൾക്കൊരു ട്രേഡ്, ഇത് റിസ്കി ട്രേഡാണ്, ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിലാണ്, റിസ്കി ട്രേഡാണ്. ബട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുക, ഒരു 10 പോയിന്റ് വില സ്റ്റോപ്പ് ലോസ് ഇട്ട് ഇതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ട്രേഡ് പ്ലാൻ ചെയ്യാം വേണമെങ്കിൽ, പക്ഷേ റിസ്കി ട്രേഡാണ്. അതിനുശേഷം സെക്കൻഡ് ക്യാൻഡിൽ നമ്മൾ ക്ലോസ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കയറിയവർക്ക് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇറങ്ങാം. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷേ പ്രാക്ടിക്കലായിട്ട് ചെയ്തു വരുമ്പോൾ അതിനകത്ത് പല ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഞാൻ അതൊന്നും അല്ല പറയാൻ മതി. ഇവിടെ വേറൊരു സിനാരിയോ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ ട്രേഡ് എടുത്തവരെ ഇവിടെ ഇവിടെ ഒരു ഫേക്ക് ക്യാൻഡിൽ ഉണ്ടായി, ഒരു ഫേക്ക് ക്യാൻഡിൽ. ഈ റെഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു ഫേക്ക് ക്യാൻഡിൽ, അതായത് നിങ്ങളെ ഈ ഫേക്ക് ക്യാൻഡിൽ എന്ന് പറയുന്നത് റെഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു ഫേക്ക് ക്യാൻഡിലാണ്. ഫേക്ക് ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ഈ ഫസ്റ്റ് ക്യാൻഡിൽ പോയി ഒരു വലിയ ഡോജി പോലെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ നിന്ന് സെക്കൻഡ് ക്യാൻഡിൽ നമുക്ക് നല്ലൊരു ഗ്രീൻ തന്നു, ഇതിൻ്റെ മുകളിൽ ക്രോസ് ചെയ്തു, നമ്മുടെ ഈ ലൈൻ്റെ മുകളിലും ക്രോസ് ചെയ്തു, ഇല്ലേ? ഇപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ഇവിടുന്ന് ഒരു ട്രേഡ് എടുത്തിട്ടില്ല, ഇവിടുന്ന് ഒരു ട്രേഡ് എടുത്തിട്ടില്ല, ഈ ക്ലോസിംഗ് ട്രേഡ് എടുത്തെന്ന് വിചാരിച്ചു. ഈ ഫസ്റ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പോൾ നമ്മളൊരു ട്രേഡ് എടുത്തെന്ന് വിചാരിച്ചു. സപ്പോസ് ആക്ച്വലി ഇവിടെയാണ് എടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നു. ഫസ്റ്റ് ക്യാൻഡിൽ നേരെ പോയി വേണമെങ്കിൽ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് 10 പോയിന്റെങ്കിലും എന്തായാലും കിട്ടും. ഓക്കെ, 10 പോയിന്റ് എടുത്ത് നമ്മളിവിടെ അല്ലെങ്കിൽ നമുക്കിത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു റെഡ് ക്യാൻഡിൽ വേണം. ഇത് ഒരു മർബോസ് പോലെ തോന്നിക്കുന്ന ഒരു ക്യാൻഡിൽ, മർബോസും അല്ല എങ്കിലും ഒരു നല്ല ഒരു റെഡ് ക്യാൻഡിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, മാർക്കറ്റിൽ പ്രതീതി വന്നു, ഭയങ്കര സെല്ലിങ് വരാമാണ്, മാർക്കറ്റ് ഇപ്പം പൊട്ടി താഴെ വീഴും. പക്ഷേങ്കിൽ അടുത്ത ക്യാൻഡിൽ വീണ്ടും അതിനേക്കാൾ വലിയൊരു എൻഗൾഫിങ് ക്യാൻഡിൽ വീണു. അടുത്ത ക്യാൻഡിൽ മുകളിൽ പോയി ഇവിടെ വന്നപ്പോൾ നമുക്കിവിടെ വേണമെങ്കിൽ ഒരു 10, 15, 20 പോയിന്റ് നമുക്കിവിടെ കിട്ടും. ഓക്കെ, നമ്മളെപ്പോഴും ഇൻട്രാഡേ ട്രേഡേഴ്സ്, അല്ലാതെ ഈ പുറകെ പോയി ട്രെയിൽ ചെയ്യുമല്ല. നമുക്ക് 10 പോയിന്റ്, 15 പോയിന്റ്, 20 പോയിന്റാണ് നമ്മുടെ മാക്സിമം ടാർഗറ്റ് നമ്മൾ നോക്കുന്നത്. അത് നമുക്കിവിടെ കിട്ടി. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നമ്മൾ BTSTക്കാരെ ബുക്ക് ചെയ്തു, അല്ലാതെ ഇവിടെ എടുത്തവർക്കും ഇവിടെ ബുക്ക് ചെയ്യാൻ പറ്റി. ഇനി ഇത് ഞാൻ ഫേക്ക് ക്യാൻഡിൽ എന്ന് പറയാനുള്ള കാര്യം ഞാൻ പറയാം. നമുക്ക് ഫ്യൂച്ചറിൽ പോയി നോക്കാം. ഫ്യൂച്ചറിനകത്ത് കണ്ടോ, ഇതാണ് നമ്മൾ ഈ പറഞ്ഞ ക്യാൻഡിൽ. ഓക്കെ, ഭയങ്കര ഒരു ഫുള്ളി മർബോസ് ക്യാൻഡിലാണ്, ഇല്ലേ? ഒരു വിക്കും ഇല്ല, ഒന്നുമില്ല. വെളുതായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഒന്നുമില്ല. ഈ ഫസ്റ്റ് ക്യാൻഡിൽ നമ്മുടെ നോക്കിക്കേ എത്ര ഹൈ പോയി നോക്കിക്കേ. ഫ്യൂച്ചർ ഹൈ പോയി തിരിച്ച് ക്ലോസ് ചെയ്തു. അടുത്ത ക്യാൻഡിൽ നമുക്ക് ഫുൾ വീണ് അടുത്ത ക്യാൻഡിൽ. പക്ഷേ നിങ്ങൾ ഈ ക്യാൻഡിലിൻ്റെ ഇത് ഭയങ്കര മർബോസ് ക്യാൻഡിലാണ്, ശരിയല്ലേ? പക്ഷേ ഇത് ഞാൻ ഫേക്ക് ക്യാൻഡിലാണെന്ന് പറയാൻ കാര്യം ഇതിൻ്റെ വോളിയം നോക്കിക്കേ, വോളിയം വളരെ കുറവാണ്. ഇങ്ങനെയാണ് നമ്മൾ ട്രേഡ് കണ്ടുപിടിക്കുന്നത്, മനസ്സിലായോ? ഈ ഫസ്റ്റ് ക്യാൻഡിൽ ഒരു വലിയ വോളിയം ഇവിടെ ഉണ്ടായിരുന്നു, അതിൻ്റെ അടുത്ത ക്യാൻഡിലും ഒരുമാതിരി വോളിയം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനേക്കാൾ വലിയൊരു റെഡ് ക്യാൻഡിൽ ഇവിടെ വീണു, പക്ഷേ അതിൻ്റെ വോളിയം നോക്കി വളരെ ചെറിയ വോളിയമാണ്. അതിനർത്ഥം എന്തുവാ, ഇതൊരു ഫേക്കാണ്. മാർക്കറ്റ് താഴോട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, ഇത് കൺഫേം ചെയ്യണമെങ്കിൽ അടുത്ത ക്യാൻഡിൽ ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്യണം. ഈ റെഡ് ക്യാൻഡിലിൻ്റെ താഴെ അടുത്ത ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഇവിടെ റെഡ് വോളിയം വന്നെങ്കിൽ മാത്രമേ നമുക്കിതൊരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആണെന്ന് പറയാൻ നമുക്ക് പറ്റത്തുള്ളൂ, ഇല്ലേ? അതിനുശേഷം അടുത്ത ക്യാൻഡിൽ എന്ത് ചെയ്തു, ഗ്രീൻ ക്യാൻഡിൽ വീണ് മേലോട്ട് പോയി, മാർക്കറ്റ് മേലോട്ട് പോയി നമുക്കവിടെ ബുക്ക് ചെയ്യാൻ പറ്റി. ഓക്കെ, അതിനുശേഷം അവിടെ നിന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. ഇത് കഴിഞ്ഞു, ഈ പരിപാടി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ അവിടുത്തെ ഒരു ട്രേഡ് കഴിഞ്ഞു. മാർക്കറ്റ് ഇവിടെ സസ്റ്റെയിൻ ചെയ്തില്ല, നേരെ തിരിച്ചു വന്നു. ഇവിടുന്ന് നമുക്ക് ഒരു ട്രേഡ് ഞങ്ങളാരും ട്രേഡ് എടുത്തില്ല, കാരണം നമുക്ക് മേലോട്ടുള്ള ട്രേഡ് മാത്രമല്ല. ഇവിടെ നേരെ മാർക്കറ്റ് നേരെ തിരിച്ചു വന്നു. ഞാൻ വീണ്ടും കഴിഞ്ഞ എൻ്റെ വീക്കിലി അനാലിസിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇന്നലത്തെ പോസ്റ്റ് മാർക്കറ്റിൽ ഞാൻ പറഞ്ഞിരുന്നു, ഫ്യൂച്ചർ എന്ന് പറയുന്ന സംഭവം ഒരു സ്ട്രോങ് സപ്പോർട്ടാണെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിരുന്നു. ഓക്കെ, ഇത് ഇന്നലെ വന്ന് സപ്പോർട്ട് എടുത്ത സംഭവമാണിത്. വീണ്ടും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഞാൻ ഇവിടെ ഒരു ട്രേഡ് എടുത്ത് ഇവിടെ നമ്മളൊരു ട്രേഡ് എടുത്തായിരുന്നു, അല്ലേ? വീണ്ടും ഇവിടെ വന്നിട്ട് വീണ്ടും നമ്മൾ ഇവിടുന്ന് ഒരു ട്രേഡ് നമ്മൾ ഇന്നലെ എടുത്തായിരുന്നു, ഒരു ട്രേഡ് എടുത്തായിരുന്നു. വീണ്ടും ഇന്ന് അതുപോലെ തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് നേരെ തിരിച്ച് എവിടെ വന്നു, ഈ ട്രെൻഡിൽ. ഞാൻ നമ്മുടെ യൂട്യൂബിൻ്റെ ഗ്രൂപ്പിൽ പല പ്രാവശ്യം ഞാൻ റൗണ്ട് ചെയ്ത് വരച്ചിട്ടുണ്ടായിരുന്നു ഈ ആക്ഷൻ, ഈ പ്രൈസ് ആക്ഷൻ. കറക്റ്റായിട്ട് ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് ഇവിടെ തിരിച്ച് കയറി. നമ്മൾ ഇവിടുന്ന് ഏകദേശം 60-65 രൂപയ്ക്ക് എടുത്ത ഒരു 13,300 ആ തന്നെ വീണ്ടും നമ്മൾ എടുത്തു. 13,300 65 രൂപയ്ക്ക് എടുത്ത സാധനം അത് ക്ലോസ് ചെയ്തത് ഏകദേശം ഒരു 180 റേഞ്ചിലാണത് ക്ലോസ് ചെയ്തത്. 180 റേഞ്ചിൽ നമുക്കിവിടെ ഏകദേശം നമ്മൾ 60 രൂപയ്ക്ക് കയറിയ സാധനം 100, 110, 120 നമ്മളിവിടെ സുഖമായിട്ട് നമ്മളിവിടെ ബുക്ക് ചെയ്തു. ഓക്കെ, ഇതായിരുന്നു ഇന്നത്തെ പ്രൈസ് ആക്ഷൻ. ഈ പ്രൈസ് ആക്ഷൻ ഉണ്ട്, ഇത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാം. ഓൾറെഡി ഞാൻ വീക്കിലാണിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ട്രെൻഡ് ലൈൻ ഉണ്ട് ഫ്യൂച്ചറിനകത്തിൽ. ഈ ഫ്യൂച്ചർ സ്ട്രോങ് ട്രെൻഡ് ലൈനാണ്, ഇവിടെ സപ്പോർട്ട് ചെയ്ത് മാർക്കറ്റ് തിരിച്ച് കയറും എന്നൊക്കെ വളരെ കൃത്യമായിട്ട് ഞാൻ പറയാൻ തന്നിട്ടുണ്ടായിരുന്നു. ആരുടെ സഹായമില്ലാതെ നിങ്ങൾക്കിവിടെ
ട്രേഡ് എടുത്ത് വിജയിക്കാൻ പറ്റുന്നു. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ. ശരിക്കും ചാർട്ടുമായിട്ട് പരിചയിച്ച് പ്രൈസ് ആക്ഷൻ പഠിക്കുക. പ്രൈസ് ആക്ഷൻ്റെ ഒരു സീരീസ് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിനത് വിജയിക്കാൻ പറ്റും. അല്ലാതെ ഒത്തിരി എത്ര നാൾ നിങ്ങൾ ഒരാളെ ആശ്രയിച്ചാൽ ഒരാളുടെ കോൾ എടുത്ത് നിങ്ങൾക്ക് ട്രേഡ് വിജയിപ്പിക്കാൻ പറ്റും? ഒരിക്കലും പറ്റത്തില്ല. അതിനൊരു ശാശ്വത പരിഹാരമല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് പഠിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള പ്രൈസ് ആക്ഷൻസ് ചാർട്ടിനകത്ത് കാണുമ്പം നിങ്ങളത് മനസ്സിലാക്കി നിങ്ങളുടെ ചാർട്ടിനകത്ത് വരച്ചിടുക. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നും വൈകുന്നേരത്തെ പോസ്റ്റ് മാർക്കുകളൊക്കെ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളതൊക്കെ ഈ ലെവലുകളൊക്കെ കറക്റ്റായിട്ട് വരച്ചിട്ട് നമുക്ക് നമ്മൾ ഫ്യൂച്ചറിൻ്റെ ലെവലായി ഈ കറക്റ്റായിട്ട് അവിടെ വന്ന് റെസ്പെക്ട് ചെയ്ത് മാർക്കറ്റ് തിരിച്ചു വന്നു കേട്ടോ. അതിന് മേലോട്ട് പോയില്ല. ഇനി നമുക്ക് ഇത് നോക്കിക്കഴിഞ്ഞാലോ, നോക്കിക്ക് കറക്റ്റ് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തു, നേരെ മാർക്കറ്റ് മേലോട്ട് പോയി ഓൾമോസ്റ്റ് ഇവിടെ എത്തി വീണ്ടും തിരിച്ചു വന്നു. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന വരകളൊക്കെ ഓൾമോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് നോക്കി ഒരു ട്രേഡ് എടുത്ത് ആ പ്രൈസ് ആക്ഷനും ക്യാൻഡലിൻ്റെ സ്ട്രക്ചറും ഒക്കെ നോക്കി നമുക്കൊരു ട്രേഡ് എടുത്ത് വിജയിക്കാൻ സുഖമായിട്ട് പറ്റും. ഇത് നിരന്തരമായ പരിശീലനത്തിലൂടെ മാത്രമേ പറ്റത്തുള്ളൂ, അല്ലാതെ ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് പറ്റത്തില്ല. നിങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കുക, സ്ഥിരമായിട്ട് കാണുക, അങ്ങനെ സ്ഥിരമായിട്ട് നിങ്ങൾ ചാർട്ടോട് പരിചയിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെയൊക്കെ വിജയിക്കാൻ പറ്റും. അപ്പം എല്ലാവർക്കും ഒരു നല്ല ഹോളിഡേ ആശംസിക്കുന്ന നാളെ എല്ലാവരും നാളെ ഒരു ദിവസം കൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. ഞാൻ പ്രൈസ് ആക്ഷനും പാലിക്കേണ്ട മര്യാദകൾ എങ്ങനെ ട്രേഡ് വിജയിപ്പിക്കാമെന്നൊക്കെയുള്ള ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളിതൊക്കെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, നാളെ അവധി ദിവസമാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നെങ്കിൽ കാണാൻ ശ്രമിക്കുക. കാണാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ അതൊരു വർത്തായിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു നല്ല ട്രേഡർ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു ഓൾ.